നമസ്കാരം. അങ്ങനൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് പേര് വിജയിച്ചു, കൂടുതൽ പേര് പരാജയപ്പെട്ടു. പരാജയപ്പെട്ടവരെ ഇനി വിജയിച്ചവര് പരിഹസിക്കൊന്നും വേണ്ട. കാരണം അവർക്ക് ഇനിയും അവസരം ഉണ്ട്. അവർ കൂടുതൽ നന്നായി ചിരിക്കട്ടെ. ചിരിച്ച് നന്നായി ആളുകളോട്, ജനങ്ങളോട് നല്ല രീതിയിൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനം തുടർന്നാൽ വീണ്ടും അവർക്ക് അവസരം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ജയിച്ച പലരും ചിലപ്പോൾ വീണു പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും കൂടുതൽ നന്നായി പ്രവർത്തിച്ചാൽ വിജയിക്കാൻ ഈ പരാജയപ്പെട്ടവർക്കൊക്കെ കഴിയും. നന്നായി ചിരിക്കാത്തവരൊക്കെ പലരും പരാജയപ്പെട്ടു. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നന്നായി ചിരിക്കുക. ആ പോസ്റ്ററിന് വേണ്ടിയിട്ട് മാത്രം ചിരിച്ച ആളുകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. നന്നായി ചിരിച്ചവർ അതിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവര് എന്തായാലും അവരുടെ വാർഡിലെ ഇടപെടൽ അത്ര പോരാ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പരാജയപ്പെട്ടത്. എന്തായാലും ജനങ്ങൾ വളരെ വിവേകത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പിനെ അത് കണ്ടുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് താരതമ്യം ചെയ്തുകൊണ്ട്, ഈ സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്തുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തി. അങ്ങനെ ചിരിച്ചവരിൽ തന്നെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇടപെടൽ നടത്തിയവരെ തിരഞ്ഞെടുക്കാനൊക്കെ ജനങ്ങൾക്ക് കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പഴിചാരും. അവർ കാരണം തോറ്റു, ഇവർ കാരണം തോറ്റു, അല്ലെങ്കിൽ ഒരിക്കലും അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ പരാജയപ്പെട്ടതെന്ന് സമ്മതിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പാർട്ടി മുന്നണികളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളോ ആരും തയ്യാറാകില്ല. അതിനൊക്കെ കുറ്റം മറ്റുള്ളവരിൽ ചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് എല്ലാവരും ഇതുവരെ നടത്തിയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ മാറി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമ്മളത്ര പോരാ. ആ പോരായ്മ തന്നെയാണ് നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പോരായ്മകളൊക്കെ തിരുത്തി അടുത്ത 5 വർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് നന്നായി ചിരിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളെ സേവിക്കാവുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ വീണ്ടും ഈ പരാജയപ്പെട്ടവർക്കൊക്കെ തിരിച്ചു വരാം. ഒരുപക്ഷെ ഇപ്പോൾ വിജയിച്ചവർ അന്ന് വീണു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിലൊക്കെ കാണുന്നത്. ഇത്തരത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വിജയിച്ചവർക്കും അതുപോലെ തന്നെ പരാജയപ്പെട്ടവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു ഫോണുണ്ട്. ഹലോ, വേണുട്ടനല്ലേ? ഓക്കെ വേണുചേട്ടാ, എങ്ങനെയുണ്ടായി തെരഞ്ഞെടുപ്പൊക്കെ? നിങ്ങളുടെ വാർഡിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ അന്ന് പറഞ്ഞതൊക്കെ കറക്റ്റായില്ലേ? ഞാൻ ഇന്നലെ നമ്മുടെ സുരേഷിനെ കണ്ടിരുന്നു. സുരേഷ് പരാജയപ്പെട്ടൊരു സ്ഥാനാർത്ഥിയാണല്ലോ, ആളെ കണ്ടിരുന്നു. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ സൂചന കൊടുത്തിരുന്നു. ഇതുപോലെയല്ല പോകേണ്ടത്. നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അതാണ്. വളരെ പോസ്റ്ററിലേക്ക് വേണ്ടി മാത്രം ചിരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ ചിരി എന്നും ഉണ്ടാകണം. ഇനിയും കൂടുതൽ ഇതിൽ നിന്നൊക്കെ പാഠം പഠിച്ചുകൊണ്ട് കൂടുതൽ നന്നായി ഇടപെടാനും, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ പലപ്പോഴും കാണുന്നത് പരിഹസിച്ച് പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവിടെ മറ്റുള്ളവരെ അവഹേളിക്കാനുള്ള ഒരു മാർഗമായിട്ടൊക്കെ കാണുന്ന രീതിക്ക് ആൾക്കുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ബോധ്യമായി എന്നൊരു സൂചന കിട്ടി. എന്തായാലും സന്തോഷം. നമ്മളങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് പേര് എന്നോട് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇതാരാണ് ഈ ചിരിക്കാത്ത സ്ഥാനാർത്ഥി എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ഒരു സ്ഥാനാർത്ഥിയല്ല, നമ്മളൊരു വ്യക്തിയെ ഉദ്ദേശിച്ച് ചെയ്തൊരു വീഡിയോ അല്ല അത്. നമ്മൾ ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയൊരു കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ വീണ്ടും കൃത്യമായിട്ട് അറിയാമല്ലോ, അത് നിങ്ങളുടെ വാർഡിലെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അത് തന്നെ. അപ്പോൾ അത്തരത്തിൽ പലരും വീണ് പോയത് അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അല്ലാതെ നമ്മളൊരു സംസ്ഥാന രാഷ്ട്രീയത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ പല വിഷയങ്ങളും ഉണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാം, ഭരണത്തിന് അനുകൂലമായ വികാരം ഉണ്ടാകും. ഇതൊക്കെ ബാധിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഒരു വാർഡിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. ആ സ്ഥാനാർത്ഥിയുടെ മികവ് താരതമ്യം ചെയ്യുമ്പോൾ, രണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മികവുകളും അതുപോലെ തന്നെ കുറവുകളും ഇതൊക്കെ ആയിരിക്കും. അപ്പം അവർക്ക് ഇനി സാധ്യതകളുണ്ട്. ആ കുറവുകളൊക്കെ എന്താണെന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ സാധ്യതകളുണ്ട്.
എന്തായാലും ഇതൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ തുടരും, നമ്മളും തുടരും, നിങ്ങളും തുടരും. എന്തായാലും നല്ല രീതിയിൽ തന്നെ കൂടുതൽ ജനസേവന രംഗത്ത് നിലനിൽക്കാൻ കഴിയട്ടെ, ഇവർക്കൊക്കെ കഴിയട്ടെ. അതെ 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 അതെ. ഓക്കെ 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 ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ശരി 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 ശരി. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോൻ്റെ അതിൻ്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. എൻ്റെ സുഹൃത്താണ് വിളിച്ചത്. അപ്പോൾ അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ആൾക്കും ഇപ്പോൾ അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആൾ വിളിച്ചത്. എന്തായാലും ഇത് ഒന്നും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, എല്ലാം തുടരും.